കേൾക്കുമ്പോൾ നിസ്സാരമെന്ന് തോന്നുമെങ്കിലും അനുഭവിക്കുന്നവരിൽ ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നമാണ് മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ. ചില സന്ദർഭങ്ങളിൽ ഇത് സാധാരണത്തേതിനേക്കാൾ അപകടകാരിയായി മാറാറുണ്ട്, പ്രത്യേകിച്ച് പ്രസവശേഷം. ചിലർക്ക് ഗർഭകാലത്തും ഈ പ്രശ്നം അഭിമുഖീകരിക്കേണ്ടി വരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഗോപിക, മെമോ ബിബീസ് ആയുർവേദിക്സ്. ഗർഭകാലത്തും പ്രസവശേഷവും സ്ത്രീകൾ അനുഭവിക്കുന്ന മലബന്ധം നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നിർജ്ജലീകരണമാണ് മലബന്ധത്തിനുള്ള പ്രധാന കാരണം. ഇത് തടയാനായി ധാരാളം വെള്ളം കുടിക്കുക, ചിട്ടയായ ദിനചര്യയും ഭക്ഷണക്രമവും പാലിക്കുക, ഫൈബർ റിച്ച് ആയിട്ടുള്ള അതായത് നാരുകളടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ്. കാമ്പ്, കൂമ്പ്, മധുരക്കിഴങ്ങ്, മുരിങ്ങയില, മുരിങ്ങക്കായ, ചീര പോലുള്ള ഇലക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ ചേന, മത്തങ്ങ, തക്കാളി, പച്ചക്കായ, വെണ്ടയ്ക്ക, ക്യാരറ്റ്, ബീട്രൂട്ട് പോലുള്ള പച്ചക്കറികൾ, വൻപയർ, തുവരപ്പരിപ്പ്, ബീൻസ് തുടങ്ങിയ പയറുവർഗ്ഗങ്ങൾ, ആപ്പിൾ, ഓറഞ്ച്, പപ്പായ, ചെറുപഴം, പേരക്ക തുടങ്ങിയ പഴവർഗ്ഗങ്ങൾ എന്നിവയും ധാരാളം കഴിക്കുക. തവിടടങ്ങിയ ചുവന്ന അരി, ഗോതമ്പ് എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കട്ടിയുള്ളതും ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമായ ആഹാര പദാർത്ഥങ്ങൾ, ഫാസ്റ്റ് ഫുഡ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുക. അതുപോലെ മിതമായ രീതിയിലുള്ള വ്യായാമം ചെയ്യുന്നതും വളരെ നല്ലതാണ്. ചെറിയ അളവിൽ ത്രിഫല ചൂർണം ചെറു ചൂടുവെള്ളത്തിൽ കിടക്കുന്നതിന് മുമ്പായി കഴിക്കുന്നത് മലബന്ധം ലഘൂകരിക്കും. ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന മലബന്ധം പൈൽസ്, ഫിസ്റ്റുല പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. സ്വയം ക്രമീകരണത്തിലൂടെ നിങ്ങൾക്കിത് മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ വൈദ്യസഹായം തേടേണ്ടതാണ്. Thank you for watching the video. See you next time.